ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ ബുലൂഗുൽ മറാമിൻ്റെ അവസാന ഭാഗത്തുള്ള കിതാബുൽ ജാമിഅയിലെ ബാബു സുഹ്ദി വൽ ബറാ, ഭൗതിക ലോക വിരക്തിയുമായി ബന്ധപ്പെട്ട അവസാനത്തെ ഹദീസാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. وعن أنس رضي الله عنه قال رسول الله صلى الله عليه وسلم الصمت حكم وقليل فاعله أخرجه البيهقي في الشعب بسند ضعيف. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്വംതു ഹുക്മുൻ, മൗനം പാലിക്കുക എന്നുള്ളത് ഒരു ജ്ഞാനമാണ്, അതൊരു ഹിക്മത്താകുന്നു. വഖലീലുൻ ഫാഇലുഹു, എന്നാൽ അതിൻ്റെ പ്രവർത്തനത്തിൽ കൊണ്ടുവരുന്ന ആളുകൾ അത് വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു ഹദീസ് അത് ദഈഫാണ്. എന്നാൽ വസഹഹ അന്നഹു മൗഖൂഫുൻ മിൻ ഖൗലി ലുഖ്മാനുൽ ഹകീം റഹിമഹുല്ലാ. എന്നാൽ ഇതിൻ്റെ ഈ ഒരു ആശയം അത് നിലനിൽക്കുന്ന കാര്യമാണ്. അത് ലുഖ്മാനുൽ ഹകീം റഹിമഹുല്ലയിൽ നിന്ന് പറയപ്പെട്ട കാര്യമാണ്. അഥവാ മൗനം ദീക്ഷിക്കുക എന്നുള്ളത് വളരെയധികം പുണ്യകരമായ കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ മൗനം, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നല്ലത് സംസാരിക്കുക, അതല്ല എങ്കിൽ അവൻ മൗനം പാലിക്കട്ടെ എന്നാണ്. മൗനം പാലിക്കട്ടെ എന്ന്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മൻ സമത നജാ, ആരാണോ മൗനം പാലിക്കുന്നത് അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ്. മൗനം പാലിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയമുണ്ട് എന്നാണ്. ഏതൊരാളുകളെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അയാളെ പ്രയാസത്തിലാക്കുന്ന രണ്ട് കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം അത് നാവാണ്. ആ നാവ് എത്രത്തോളം ചലിക്കുന്നോ അത്രത്തോളം തിന്മകൾ അയാളിൽ രേഖപ്പെടുത്താനാണത് കാരണമാവുക. അതുകൊണ്ട് ഈ ഒരു മൗനം അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ധാരാളം നേട്ടങ്ങളുണ്ട്. അപ്പോൾ ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാ പറയുന്നതായിട്ട് കാണാം, അസ്സുംതു യക്സിബുൽ മഹബ്ബതി വൽ വഖാർ. ഒരാളുടെ ജീവിതത്തിലേക്ക് അയാൾ മൗനം എന്ന ഒരു അതിയായ ഗുണത്തെ കൊണ്ടുവന്നാൽ അത് അയാൾക്ക് സ്നേഹത്തെ കൊണ്ടുവരുന്നതാണ്. ഒരു മൗനിയായ ഒരാളെ ആളുകൾ പരമാവധി സ്നേഹിക്കും. നമുക്കറിയാം, സംസാരിക്കുമ്പോൾ കൂടുതൽ ആളുകൾ തമ്മിൽ വേർപിരിയാനുള്ള സാധ്യതയാണ് കൂടുതൽ. എന്നാൽ മൗനം പാലിച്ചാൽ ആ ഒരു വേർപിരിയൽ ഇല്ലാതാകും. മാത്രമല്ല വൽ വഖാർ, ഒരു ഗാംഭീര്യത്തെ കൊണ്ടുവരുന്നതാണ്. കുറേ ഇങ്ങനെ സംസാരിച്ച ആളുകളുടെ ഇടയിൽ വില പോകും. മാത്രമല്ല മൗനം അയാളിൽ ഏതൊരു കാര്യത്തിലും ഇടപെടാതെ മൗനം ദീക്ഷിക്കുക എന്നുള്ളത് അതൊരു ഗാംഭീര്യത്തെ കൊണ്ടുവരുമെന്നാണ്. വമൻ ഹഫിള ലിസാനഹു അറാഹ നഫ്സഹു, ഒരാൾ തൻ്റെ നാവിനെ സൂക്ഷിക്കുന്നിടത്തോളം അയാളുടെ മനസ്സിന് ശാന്തത കൈവരിക്കാൻ സാധിക്കുമെന്ന് ഇമാം ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അത്രത്തോളം പ്രാധാന്യമുണ്ട് ക്ഷമിക്കുക, ആ ഒരു മൗനം പാലിക്കുക എന്നുള്ളത്. മാത്രമല്ല താബിഈയായ ഇമാം ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നതായിട്ട് കാണാം, ഈ മൗനം പാലിക്കുക എന്നുള്ളത് പോലും എന്ത് ചെയ്യും, ഒരു ഇബാദത്തായിട്ട് മാറുന്നതാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മൗനം പാലിക്കുക എന്നുള്ളത് ഒരു ഇബാദത്തായിട്ട് മാറും. അദ്ദേഹം പറയാണ്, സത്യവിശ്വാസി സംസാരിക്കുമ്പോൾ അതിൽ ഹിക്മത്തുകൾ ഉണ്ടാകും. ഇനി മാത്രമല്ല അദ്ദേഹം ഒരു മൗനം പാലിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, അതിൽ ആഴത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്ന ആ ചിന്തകൾ പോലും അയാൾക്ക് ആ സംസാരം ഒരു ഇബാദത്താകുന്നത് പോലെ അത്രത്തോളം ആ ഒരു മൗനം അത് അയാൾക്ക് ഇബാദത്തായിട്ട് മാറുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പരമാവധി മൗനം പാലിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മൗനം പാലിക്കുന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ഏറ്റവും ഉന്നതമായ രണ്ട് മൗനങ്ങൾ അത് ഏറ്റവും ഉന്നതമാണ് എന്നാണ്. ഒന്നാമത്തേത് ആദരവിൻ്റെ മൗനം. ഇപ്പം നമ്മൾ മുതിർന്ന ആളുകളുമായി സംസാരിക്കുമ്പോൾ മൗനം പാലിച്ച്, അപ്പോൾ ആളുകൾ വലിയ വലിയ ആളുകൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മിണ്ടാതിരിക്കുക, മൗനം പാലിക്കുക. അപ്പോൾ നമുക്കറിയുന്ന വിഷയത്തിൽ തന്നെ ഇരിക്കാം. പക്ഷെ എന്ത് ചെയ്യുക,
അവരോടുള്ള ആദരവ് കാരണം മിണ്ടാതിരിക്കും. അത് ഏറ്റവും നല്ലൊരു മൗനാണെന്നാണ്. രണ്ടാമത്തേത് ജാഹിലികളോട് മൗനം പാലിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, നിങ്ങൾ ജാഹിലികളോട് തർക്കിക്കാൻ നിൽക്കരുത്, മൗനം പാലിക്കണം എന്നാണ്. അപ്പൊ ഈ രണ്ട് മൗനങ്ങൾ അത് ഏറ്റവും നല്ല മൗനത്തിൽപ്പെട്ടതാണ് എന്നാണ്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ സമയവും മൗനം പാലിക്കുക അത് ശരിയല്ല. അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല എന്നാണ്. ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല ഗുണത്തിൽപ്പെട്ട കാര്യമാണ് തന്നെ ബാധിക്കുന്ന വിഷയത്തിൽ ഇടപെടുക എന്നുള്ളത്. അദ്ദേഹം ഒരു വിഷയം തന്നെ ബാധിക്കുന്ന വിഷയത്തിൽ അവിടെയും മൗനം പാലിച്ചാൽ അത് പ്രശ്നമാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റ് ചെയ്യുന്ന ഒരാളെ കണ്ടു, പോലീസിൽ വന്ന് ചോദിക്കാണ് ഇതൊക്കെ ആരും ചെയ്തത്, ആരും പറയാതിരുന്നാൽ അയാൾക്ക് പിന്നെയും ആ തെറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുക ചെയ്യും. അപ്പൊ നമ്മൾ പറയാം, മൗനം പാലിക്കേണ്ടിടത്ത് മൗനം പാലിക്കണം, സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കുകയും ചെയ്യണം. എങ്കിലേ ആ ഒരു മൗനം എന്നുള്ളതിന് യഥാർത്ഥ അർത്ഥം ഉണ്ടാവുകയുള്ളൂ എന്നാണ്. നാളെ പരലോകത്ത് 3 വിഭാഗം ആളുകളുടെ കൂട്ടത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല എന്നാണ്. അതിൽ 3ാമത്തെ വിഭാഗം പറയുന്നത് കാണാം, മൗനം പാലിച്ച ആളുകളാണ്. എവിടെയാണ് മൗനം പാലിച്ചത്? സ്വന്തം കുടുംബത്തിലൊരു അധാർമികത നടക്കുന്നുണ്ട് എന്ന് കണ്ടു, എന്നിട്ട് അവിടെ മൗനം പാലിക്കും. അത്തരം ആളുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂല എന്നാണ്. തിന്മകൾ ഇങ്ങനെ മക്കൾ ചെയ്യുന്നുണ്ട്, ഭാര്യമാർ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്, നമ്മൾ വിലക്കിയാൽ അവരെ നിർത്തും, എന്നിട്ട് നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളത്, ആ മൗനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നാളെ പരലോകത്ത് അവരോട് മിണ്ടുകയില്ല. ദയ്യൂസ്നാണ് സ്ത്രീവേഷം കെട്ടുന്ന പുരുഷന്മാർ, പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീകൾ, അത്തരത്തിലൊക്കെയുള്ള ആളുകൾ, അഥവാ ഒരു മറല്ലാതെ ആളുകളോട് ഇങ്ങനെ സംസാരിക്കുന്ന ഇത്തരത്തിലുള്ള സ്ത്രീകൾ അഴിഞ്ഞു വിടാന്ന് പറയും. അത്തരം ആളുകളൊക്കെ നിയന്ത്രിക്കണം എന്നാണ്. ആ നിയന്ത്രണത്തിൽ ഒരു മൗനം കൊണ്ടുവന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവരെ നോക്കുകയില്ല എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് മൗനം എന്നുള്ളത് ഏറ്റവും നല്ലൊരു ഗുണമാണ്. ഇപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറയുന്നിട്ട് കാണാം, നിങ്ങളൊരാളെ കണ്ടു, ഇതാ റഅയ്തുമുർ റജുല യതീലത്തും സുൽത്താന, ഏറ്റവും നന്നായിട്ട് ദീർഘമായിട്ട് ഇങ്ങനെ മൗനം പാലിക്കുന്ന ഒരാളെ കണ്ടാൽ അയാളെ മുറുകെ പിടിച്ചണം, മുറുകെ പിടിച്ചോ. എന്താണ് അതിന് കാരണമുണ്ട്. മാത്രമല്ല ജനങ്ങളിലൊക്കെ പരമാവധി വിട്ടിട്ടാണ് ആള് നടക്കുന്നത്, വല്ലാതെ ഇടപെടുന്നില്ല, ആളുകളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കും, മാത്രമല്ല അധികം സംസാരിക്കുകയില്ല. എങ്കിൽ അയാളെ നിങ്ങൾ മുറുകെ പിടിച്ചോ. കാരണം അദ്ദേഹം വളരെയധികം വിജ്ഞാനമുള്ള വ്യക്തിയാണ്, അദ്ദേഹത്തെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ അറിവിൻ്റെയും ഏറ്റവും നല്ല ഈമാന്റെ ഒക്കെ ലക്ഷണമാണ് മൗനം പാലിക്കുക എന്നുള്ളത്. ഏറ്റവും നല്ലൊരു സ്വഭാവ ഗുണമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പോൾ സമൂഹത്തിൽ എന്താ വെച്ചാൽ ആളുകളിൽ മിണ്ടാതടന്ന ആൾക്കൊരു പേരിട്ടു, ഇൻട്രോവേർട്ട്. പിന്നെ ആളെ കൊണ്ട് സംസാരിപ്പിക്കാനുള്ളതാണ്. യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കിയാൽ ഫുള്ള് എങ്ങനെ എക്സ്ട്രോവേർട്ട് ആകാം, ആളുകളെ ഷൈൻ ചെയ്യാം, നല്ല സംസാരിക്കാം, ഇതിലുള്ള പല കോഴ്സുകളൊക്കെ ഉണ്ടാകും. യഥാർത്ഥത്തിൽ അതൊന്നും എന്തല്ല ഇസ്ലാമികമായി കൊണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല. മിണ്ടാതിരിക്കുക, ആവശ്യമുള്ളത് സംസാരിക്കുക, അതില്ലാത്തടത്ത് മൗനം പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല ഗുണമായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു നല്ല ഗുണത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു വ ബിഹംദിഹി അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.